എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉണ്ണിമാഷ്, നിങ്ങൾ കരയരുത്, ഞങ്ങളും കരയും. ചൂരൽമല ദുരന്തം, വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് ചൂരൽമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ റോള് വഹിക്കുന്ന ഉണ്ണിമാഷിൻ്റേത്. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, വയനാടുകാരനല്ല. അദ്ദേഹം മനോഹരമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആലപ്പുഴയുടെ പുത്രനാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വയനാട്ടിൽ ജോലിയുമായി വന്നു. സ്വന്തം ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം ആ സ്കൂളിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. അവിടുത്തുകാരനായി അദ്ദേഹം മാറി. രാവിലെ 7 മണിക്ക് തന്നെ സ്കൂളിലെത്തിയിരുന്ന ഉണ്ണിമാഷ് കഥകളിലൂടെ, കവിതകളിലൂടെ ആ സ്കൂളിനെ ഒരു വിശ്വോത്തര വിദ്യാലയമാക്കി മാറ്റാൻ വേണ്ടി യത്നിച്ചു. 100 കണക്കിന് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. രക്ഷിതാക്കൾ മാഷേ മാഷേ എന്ന് വിളിച്ച് പുറകെ കൂടി. അദ്ദേഹം ആ ചൂരൽമലയുടെ അധ്യാപകനായി, ഗുരുവായി, നിറസാന്നിധ്യമായി മാറി. പക്ഷേ അവിടെയുണ്ടായ ദുരിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയ ധമനികളെ പോലും സ്പന്ദനങ്ങൾ വിഷമിപ്പിച്ചു. അദ്ദേഹം അത്രമാത്രം ചുടു കണ്ണുനീരാണ് ഒഴുക്കിയത്. പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തികളെ സമൂഹത്തിന് ആവശ്യമില്ല എന്നുപോലും ഉണ്ണിമാഷ് പറയുന്നത് നമ്മൾ കേട്ടു. മാഷിനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. കേരളത്തിലെ അധ്യാപക വർഗത്തിന് പോരാട്ടത്തിന്റെ ചരിത്രമാണുള്ളത്. 1957 മുമ്പ് മാനേജർമാരിൽ നിന്നും വളരെ തുച്ഛ ശമ്പളം മാത്രം വാങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിലെ എയ്ഡഡ് അധ്യാപകര്, വളരെ തുച്ഛ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ സർക്കാർ അധ്യാപകര്, അവർക്ക് 40-120 സ്കെയിലിലൂടെ അവരെ മുന്നോട്ട് നയിച്ച് അധ്യാപകന് ആസ്തിത്വവും അവകാശബോധവും എല്ലാം കൊടുത്തത് മുണ്ടശ്ശേരി മാഷാണ്. പിന്നീട് മാറ്റത്തിന്റെ എത്രയെത്ര ചങ്ങലകൾ, കണ്ണികൾ നമ്മൾ കടന്നു വന്നു. പാഠപുസ്തക പരിഷ്കരണത്തിലൂടെ, നവോത്ഥാനത്തിലൂടെ, വിശ്വമാനവികതയിലൂടെ, ചരിത്രത്തിലൂടെ, ചരിത്രബോധത്തിലൂടെ ആയിരക്കണക്കിന് തലമുറകൾക്ക് വെളിച്ചം പകർന്നവരാണ് ഗുരുനാഥന്മാര്. എത്രയെത്ര ദുരന്തത്തിന്റെ മുഖങ്ങള് അവർ നേരിട്ട് കണ്ടു. എത്രയെത്ര കുഞ്ഞുങ്ങളെ അവർ നേരെ നിൽക്കാൻ പ്രാപ്തരാക്കി. എത്രയെത്ര കുടുംബങ്ങളിൽ അവർ വർണ്ണവിവേചനത്തിന്റെ വിത്തുകൾ അറുത്തു കളഞ്ഞു. എത്രയെത്ര കുഞ്ഞുങ്ങളുടെ മാനസിക നിലപാടുകളെ അവർ ഉയർത്തിക്കൊണ്ടുവന്നു. എത്രയെത്ര പാഠപുസ്തകങ്ങളിലൂടെ, കവിതകളുടെയും കഥകളിലൂടെയും അനുഭൂതിയുടെയും അറിവിന്റെയും വിശകലന ചിന്തകളിലേക്ക് അവരെ നമ്മൾ കടത്തിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ട ഉണ്ണിമാഷ്, ഒരിക്കലും നമ്മൾ തകരാൻ പാടില്ല. വൈലോപ്പള്ളി പാടിയതുപോലെ, ഇന്നത്തെ കവിയും കാമുകനും മരിച്ചാലും നാളെയുടെ സുപ്രഭാതത്തിൽ ഒരു കവിയും കാമുകനും ജനിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വീണി, നീ നിർത്താതെ പാടിയാലും എന്ന് പാടിയ വൈലോപ്പള്ളിയുടെ സർഗാത്മക പരിണാമവാദം പോലെ വേദനകളിൽ തളരാതെ വീണ്ടും ഒരു നവോത്ഥാനത്തിന്റെ അംശമായി മാറുവാൻ കേരളത്തിലെ അധ്യാപകർക്ക് ഉണ്ണിമാഷിന്റെ കണ്ണുനീര് ഒരു ഘടകമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.